അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു മെഷീനിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലൊരു പൗഡർ കോട്ടിംഗ് ചെയ്യാനുണ്ട്. ആ പൗഡർ കോട്ടിംഗ് ചെയ്തിട്ട് ഉൾഭാഗം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെയാണ് കേട്ടോ. ROVER ഇന്ന് വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നാടുകാണി കിൻഫ്രയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കിൻഫ്രയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ വേറൊരു കമ്പനീനെ കുറിച്ച് അറിഞ്ഞു. അതായത് നമ്മുടെ JC ഒക്കെ ഉണ്ടല്ലോ. ഈ കോലം കാണുന്ന നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? JC ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിന്നിട്ടുള്ളത്. ഒരു JC ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് ഇവിടെ വരാൻ കാരണം ഒത്തിരി ആൾ എൻ്റെ ഫ്രണ്ട്സിന്റെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് JC ഒക്കെ ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ ക്വാളിറ്റി ചെയ്യുന്നുണ്ടോ. ഇവിടെ ഞാൻ അന്വേഷിച്ചും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് മാത്രമല്ല ഇവിടുന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഇവിടുന്ന് ചെയ്തു പോകുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് വരെ ഇവിടുന്ന് ചെയ്തിട്ട് കയറ്റി അയച്ചുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന്. അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് അന്വേഷിച്ചു. അതിനുള്ള ഒരു അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. Own Apparels എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ JC ഉപയോഗിക്കുന്നത് കളികൾക്ക് വേണ്ടിയിട്ടാണ്. ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് കളി ആയിക്കോട്ടെ അതിന് JC അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് JC ആവശ്യമുണ്ട്, കമ്പനിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിസൈനാണോ തീരുമാനിക്കുന്നത് ആ ഡിസൈൻ കമ്പനിയായിട്ട് ഷെയർ ചെയ്യുക. ആ ഡിസൈന് അതേപോലെ തന്നെ ക്ലബിൻ്റെ പേര് വേണമെങ്കിൽ പേര്, അതുപോലെ JCയിൽ ഇപ്പം നമ്പറൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ, നമ്പർ ആവശ്യമുണ്ട് നമ്പർ, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് XL, ലാർജ്, മീഡിയം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഇതിനൊരു പാറ്റേൺ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡിസൈനിങ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണോ ഒരു JC ആവശ്യമുള്ളത്, അതിലെന്തെങ്കിലും ഒരു ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഇതേപോലെ ഇവിടെ നിന്നിട്ട് സിസ്റ്റത്തിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കും. ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിനൊരു പ്രിന്റ് ചെയ്തെടുക്കണം. ആ സബ്ലിമേഷൻ പ്രിന്റർ വെച്ചിട്ടാണ് ഇതിനെ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ള ഇങ്കാണ് ഇതിലൊക്കെ വരുന്നത്. ഈ ഒരു പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഈ പ്രിന്റാണ് ശരിക്കും അടുത്ത ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് നമ്മളെ JCയിലേക്ക് മാറാൻ പോകുന്നത്. അതിന് പ്രത്യേകമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകമായിട്ടുള്ള ഒരു ഇങ്ക് തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു വിധത്തിലും ഇളകിപ്പോവാതെ അല്ലെങ്കിൽ മാഞ്ഞു പോവാത്ത രീതിയിലുള്ള ഇങ്ക് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സബ്ലിമേഷൻ പ്രിന്ററിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് സബ്ലിമേഷൻ പ്രിന്റർ. ഈ ഒരു പ്രിന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിന്റ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതിനെ പിന്നെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്, അതിനെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് മാറ്റി വെക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു 15 മിനിറ്റ് മതിയാവും. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം പിന്നെ നിങ്ങൾ ഈ കാണുന്ന മെഷീനിലേക്ക്, അതായത് ഫ്യൂസിംഗ് മെഷീനിലേക്ക് ഇതിനെ മാറ്റുന്നത്. പ്രിന്റ് ചെയ്യാൻ പോവാണ്. പ്രിന്റ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, JC ചെയ്തെടുക്കുന്നത് പോളിസ്റ്ററിലാണ് അല്ലെ. പോളിസ്റ്റർ നമ്മൾ കൂടുതൽ കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്, ഇവിടുന്ന് അയക്കുന്നതൊക്കെ പോളിസ്റ്റർ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് തരുന്നതിന്. കോട്ടണിലും ഇവിടെ പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പോളിസ്റ്ററിൽ ചെയ്യുന്നത് ക്വാളിറ്റി, പോളിസ്റ്ററിന്റെ ക്വാളിറ്റിയും പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു കമ്പനി ചെയ്തു തരുന്നതായിരിക്കും. ഈ ഒരു മെഷീൻ ഫ്യൂസിംഗ് മെഷീനാണ്. ഈ ഫ്യൂസിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഇതിനെ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ ഒരു മെറ്റീരിയൽ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ഉള്ളിലേക്ക് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കണം. അത് നിങ്ങൾ കണ്ടു. ചൂടാക്കിയിട്ട് പുറത്ത് വന്ന ഈ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ പ്രിന്റ് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്രിന്റ് അതിന്റെ മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ പ്രിന്റ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പിന്നെയും ഈ ഒരു ഫ്യൂസിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ചൂടും പ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെഷീന്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിന്റെ പ്രിന്റ് ഇതിന്റെ മുകളിൽ നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഓരോ പോയിന്റും നിങ്ങൾ നോക്കിയാൽ മതി. അതൊക്കെ വളരെ കറക്റ്റായിട്ടും അതുപോലെ നല്ലൊരു ഷൈനിങ്ങും വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. JC നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ഫ്രണ്ട്, ബാക്ക്, സ്ലീവ് ഒക്കെ ഉണ്ടാവും അല്ലേ. അത് ഓരോന്നും ഓരോ രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിന്റ് എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എത്രയാണോ അതിൻ്റെ ഒരു വിഡ്ത്ത്, അതായത് ഒരു മെറ്റീരിയലിന് ആവശ്യമുള്ള പ്രിന്റ് എടുത്തിരിക്കുന്ന ആ ഒരു JCയുടെ വിഡ്ത്ത് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ സ്ലീവിനനുസരിച്ചുള്ള കട്ടിംഗ് ആണ് അതിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് എത്രയാണോ അതിൻ്റെ ലെങ്ത് വിഡ്ത്ത് വരുന്നത് അതിനനുസരിച്ചുള്ള കട്ടിങ് അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂസിംഗ് മെഷീനിലേക്ക് കൊടുത്തിട്ട് ഈ രീതിയിൽ പ്രിന്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പോളിസ്റ്റർ മെറ്റീരിയൽ ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ തന്നെ കോട്ടണിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കോട്ടണിലും ചെയ്തെടുക്കുന്ന ഈ ഒരു രീതിയല്ല, ഇതിന്റെ മെഷീൻ വേറെ തന്നെയാണ് വരുന്നത്. കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിന്ററാണ് ഇവിടെ വരുന്നത്. DTF മെഷീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന മെഷീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്, പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടത്, അതായത് പോളിസ്റ്റർ മെറ്റീരിയൽ
ചെയ്തെടുത്ത പ്രിൻ്റർ എന്ന് പറയുന്നത് സബ്ലിമേഷൻ പ്രിൻ്റർ വെച്ചിട്ടായിരുന്നു പ്രിൻറ്റ് ചെയ്തെടുത്തത്. അതിനുശേഷമാണ് അതിന് ഫ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ചെയ്യുന്ന DTF മെഷീൻ വെച്ചിട്ടാണ്. അതായത് കോട്ടണിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയ്ഡ് ആവാനോ അല്ലെങ്കിൽ ഇളകിപ്പോകാനൊക്കെ സാധ്യത വരുന്നത്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ അടുത്തൊരു മെഷീനിലേക്ക് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഈ ഒരു മെഷീനിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനൊരു പൗഡർ കോട്ടിങ് ചെയ്യാനുണ്ട്. ആ പൗഡർ കോട്ടിങ് ചെയ്തിട്ട് ആ പ്രിൻറ്റ് ഈ എടുത്തിട്ടുള്ള ഈ ഒരു പ്രിൻറ്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു പ്രിൻറ്റ് പിന്നെ അടുത്ത ഒരു ഫ്യൂസിങ് മെഷീനിലേക്ക് മാറ്റിയിട്ട് കോട്ടൺ മെറ്റീരിയൽ കൊടുത്തിട്ട് അതിനെ ഫ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ചൂടോട് കൂടിയിട്ട് തന്നെ അതിനെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിലേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു വർക്കൊക്കെ നടക്കുന്നത്. ഇങ്ങനെ മെറ്റീരിയൽ പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതൊരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് നിൽക്കുന്നതല്ലേ. അതിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു JC ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട്, ബാക്ക്, സ്ലീവ്, കോളർ ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിനെ സ്റ്റിച്ചിങ്ങിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ഒത്തിരി പേര് ഒരേ സമയം ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓൺ അപ്പാരൽസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഒരു JC ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മതിയാവും. നിങ്ങൾ ഒരു ക്ലബിന് വേണ്ടിയിട്ട്, അതായത് ഒരു 10ഓ 15ഓ JCകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് ചെയ്തു, കട്ട് ചെയ്തു, അത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് വർക്കും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് വേണ്ടത് 2-2.5 മണിക്കൂർ മതിയാവും. ആ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് 10ഓ 15ഓ JCകൾ ഇതേപോലെ ഇവിടുന്ന് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെ അയേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അതിനെ നന്നായിട്ട് അയേൺ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഫോൾഡിങ്ങിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്ത് പാക്കിംഗ് സെക്ഷനിലേക്കാണ് പിന്നെ മാറ്റുന്നത്. നിങ്ങൾക്കൊരു JC ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലബിന് വേണ്ടിയിട്ടോ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ട് വേണ്ടിയിട്ടോ എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ എന്താണോ ഡിസൈൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് രീതിയിലെ ഡിസൈനാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് കമ്പനിക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി. അത് അതേ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് ആ ഒരു പറയുന്ന സമയത്തേക്ക് നിങ്ങൾ കൈകളിലേക്ക് കമ്പനി ഡയറക്റ്റ് എത്തിച്ചു തരുന്നതായിരിക്കും. കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും ഇവിടുന്ന് JC ചെയ്തിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള മോഡലൊക്കെ ഒന്ന് നമുക്ക് കാണാം, ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. വിശദമായിട്ടല്ല, കുറച്ച് മോഡൽസ് ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു വൈറ്റ് തുണിയാണ് ഇവിടത്തേക്ക് വരുന്നത്. ഇത് ഇതേപോലെ കളർ തുണിയായിട്ട് വരുന്നതല്ല, വൈറ്റ് തുണി വരുന്നു. അതിലേക്ക് പൂർണ്ണമായിട്ടും ഈ പ്രിന്റാണ് ഇവിടുന്ന് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയത് ഇതിന്റെ ഉൾവശം നിങ്ങൾ കണ്ടോ, ഉള്ളിൽ ഇതേപോലെ വൈറ്റ് കളറാണ്. ഇതെല്ലാത്തിനും വൈറ്റ് തന്നെ ഉള്ളിൽ കാണുന്നുണ്ട്. പുറം ഭാഗത്തേക്ക് ഏത് ഡിസൈനാണോ വേണ്ടത്, ഏത് മോഡലാണോ ഏത് കളറാണോ വേണ്ടത്, അത് ഡിസൈൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ അത് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് അതും വളരെ ചെറിയ സമയം കൊണ്ട് കേട്ടോ, വലിയ സമയമൊന്നും എടുക്കുന്നത്, ചെറിയ സമയം കൊണ്ടാണ് ഓർഡറുകൾ ചെയ്ത് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ സൂപ്പർ അല്ലേ, നല്ലൊരു ഫാബ്രിക് അല്ലേ ഇത് വരുന്നത്, നല്ല രീതിയിൽ തന്നെ. ഇത് ഈ ഒരു ഫാബ്രിക് ഇത് ചെയ്തെടുത്ത് നിങ്ങൾ നോക്കിയാൽ ഉള്ളിൽ ഇതേപോലെ വൈറ്റ് ആണ്. ഇതൊരു വൈറ്റ് തുണി വന്നു നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു മോഡലാണ്. ഇതൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണോ ഒരു JCയിൽ വരുന്നത്, നിങ്ങളത് എങ്ങനെ പറഞ്ഞാലും ഏത് രീതി പറഞ്ഞാലും നിങ്ങൾ ചെയ്തിട്ട് ഇത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ നോക്കിയേ, ഇതേപോലത്തെ JC നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു മോഡൽ നോക്കിയാൽ നല്ല ഒരു സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബട്ടൺസ്, ഒരു ഷർട്ട് മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ആ നമ്മുടെ JCയുടെ അതേ ഫാബ്രിക്കിൽ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഞാൻ വേറൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സംഭവം മാത്രം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ സാധാരണ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഭാഗം, ഓക്കെ. ഇത് നമ്മൾ നേരെ ഉൾഭാഗം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെയാണ് കേട്ടോ. ഇത് നമുക്ക് തിരിച്ചിട്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 ഷെയ്ഡിൽ നമുക്ക് കിട്ടും. നേരെ തിരിച്ചിട്ട് ഈ ഭാഗത്ത് ആദ്യം ബ്ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, സൈഡിലായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഓറഞ്ച് വന്നു, സൈഡിൽ ബ്ലാക്ക് വന്നു. ഒരു സൂപ്പർ സംഭവം. ഈ രീതിയിലും ഡബിൾ സൈഡായിട്ട് ഇൻസൈഡും ഉൾഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്ന രീതിയിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കിയേ, എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൺ അപ്പാരൽസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റൊന്നും ഇളകി പോകാത്ത രീതിയിൽ തന്നെയാണ് ഈ മെഷീൻസ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്.
നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. എത്ര നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ. ഓക്കെ, ഇത്രയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.